ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ Q&A വീഡിയോ ആണ്. സുഹൃത്തുക്കളെ, ഒരാഴ്ച മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു 26 ചോദ്യമോളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ആൻസർ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ പിന്നെ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, ഏകദേശം ഒരു 26 ചോദ്യമുണ്ട്, നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെമ്മറി ഓഫ് യുവർ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡൽഹിക്ക് പോയതായിരുന്നു. അവിടുത്തെ താജ്മഹൽ വെച്ചിട്ട് ഇന്ത്യ ഗേറ്റ്, ലോട്ടസ് ടെമ്പിളൊക്കെ ഭയങ്കര രസം. പിന്നെ ഫ്ലൈറ്റിൽ പോയി, അത് ഏറ്റവും സത്യം പറയാം. എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ സൈഡിൽ കൊടുത്തേക്കിട്ടു. അത് ഭയങ്കര ഒരു നമുക്ക് ആലോചിച്ച് വെക്കാൻ പറ്റുന്നൊരു മെമ്മറി ആയിരുന്നു, ബ്യൂട്ടിഫുൾ മെമ്മറി ആയിരുന്നു കേട്ടോ ഡൽഹിക്ക് പോയത്. പിന്നെ അടുത്തത് വേറൊരു ചോദ്യമാണ്, സ്കൂൾ പ്രോഗ്രാം എല്ലാം അടിച്ചു പൊളിച്ചോ? സ്കൂളിലെ ഓണപ്പരിപാടി ആയിരിക്കും. ഓണപ്പരിപാടി എല്ലാം അടിപൊളിയായിരുന്നു. കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഓണസദ്യയൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു. നിങ്ങളുടെ ഒരു ഡ്രീം? എൻ്റെ ഇപ്പോഴത്തെ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ എടുക്കാമെന്നുള്ളതാണ്. അതിന് കാരണം എനിക്ക് എൻ്റെ വ്ളോഗിങ് പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇപ്പോൾ ഉള്ള ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കോയാണ്. ഇത് അത്യാവശ്യം ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഫോണൊക്കെ എടുക്കണം. എവിടേക്കാണ് യാത്ര? എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടാണെന്ന്. നമ്മൾ എവിടേക്കും പോകുന്നില്ല, ഇപ്പോഴും സ്റ്റിൽ നാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ്, സാഡസ്റ്റ് മൊമെൻറ്റ് ഓഫ് യുവർ ലൈഫ്. സാഡസ്റ്റ് മൊമെൻറ്റ്, ഞാൻ ഒരുപാട് സാഡായിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാത്തൻകോഴി മരിച്ച സമയത്തായിരുന്നു. അതായത് ഞാനൊരു ഫോട്ടോ സൈഡിൽ കൊടുത്തേക്കാം. എനിക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു പെറ്റ് ലവർ ആണെന്ന്. അപ്പോൾ എൻ്റെ ചാത്തൻ മരിച്ച സമയത്ത് ഭയങ്കര കരഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എബൌട്ട് യുവർ ഫ്രണ്ട്സ് ആണ്. എൻ്റെ ഫ്രണ്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ശരിക്കും ഡയമണ്ട്സ് ആണ് സുഹൃത്തുക്കളെ. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് അവർ. പിന്നെ അതുപോലെ നമ്മുടെ ലൈഫിൽ പ്രഷ്യസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, അതിൽ ഒരു ഭാഗമാണ് അവരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ജീവിതത്തിൽ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യം. എനിക്കിനി ലൈഫിൽ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. എനിക്ക് ഫോൺ എടുക്കണമെന്ന്. മോർ ദാൻ ദാറ്റ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് കുറച്ച് പ്ലേസസൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ഒരു സിൽവർ പ്ലേ ബട്ടനൊക്കെ വാങ്ങിക്കണം. അതാണ് എൻ്റെ ഡ്രീം. നടക്കട്ടെ. നെക്സ്റ്റ്, ഫേവറേറ്റ് ഹോബി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഹോബിയൊന്നുമില്ല. ഞാൻ ഡ്രോയിങ് ചെയ്യില്ല. എനിക്ക് ഫേവറേറ്റ് ഹോബിയായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വ്ളോഗിങ് ആണ്. ഫ്രീ ടൈമിലൊക്കെ കൂടുതൽ വ്ളോഗ് എടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. ദെൻ വെൻ ഇസ് യുവർ നെക്സ്റ്റ് വ്ളോഗ്? മോളു, ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് യുവർ ലാസ്റ്റ് വ്ളോഗ്. കുറേ നാളെ വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയത്താണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത്. വെക്കേഷൻ മുമ്പ് വന്ന ചോദ്യമായിട്ട് ഒരു 7 ദിവസം മുമ്പ് വന്ന ചോദ്യമാണ്. നെക്സ്റ്റ്, ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഞാൻ തന്നെ ഈ കാര്യത്തിൽ ഞാനാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഞാൻ തന്നെ പെട്ടെന്ന് തുടങ്ങി. അങ്ങനെ ഒരു സംഭവമായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്പിറേഷനൊന്നും ഇല്ലാട്ടോ. അങ്ങനെ ആലോചിച്ചു തുടങ്ങി, അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, മദേഴ്സ് നെയിം. നമ്മുടെ പേര് പ്രസീത എന്നാണ് കേട്ടോ. നെക്സ്റ്റ്, സുന്ദരി കുട്ടി ആയിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞോ? വ്ളോഗ് ചെയ്യുമ്പോൾ പുതിയ കോണ്ടന്റ് ഉൾപ്പെടുത്തി ചെയ്യാൻ ശ്രമിക്കുക. ഓരോ വ്ളോഗ് ചെയ്യുമ്പോഴും കുറേ ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കണം. കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയട്ടെ, ആശംസകൾ. അപ്പം ഞാൻ ഒരു കാര്യം പറയും. ഇപ്പം എനിക്ക് ഈ വ്ളോഗൊന്നും എടുക്കാൻ അങ്ങനെ ടൈം കിട്ടാത്തതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്രീ ആയതേ ഉള്ളൂ. ഒരു 8 ദിവസം ഫ്രീ ആയതേ ഉള്ളൂ. അത്രയും ദിവസം നമുക്ക് എക്സാം ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹാർഡ് വർക്ക്, നമ്മളെടുക്കുന്ന എല്ലാ വീഡിയോസിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. ഷൂട്ടിംഗ് ആയിക്കോട്ടെ, എഡിറ്റിംഗ്, എല്ലാത്തിലും നല്ല രീതിക്ക് നമ്മൾ ഹാർഡ് വർക്ക് ഇടാറുണ്ട്. ഹാർഡ് വർക്ക് ഇടാതെ ഇതുവരെ വ്ളോഗുകൾ ചെയ്തത് കുറവാണ്. പിന്നെ അതുപോലെ എല്ലാത്തിനും നമ്മൾ ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിതുവരെ ഹാർഡ് വർക്ക് ഇടാതെ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കൊന്ന് കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ഇടുന്നതാണ് ഉറപ്പായിട്ടും. നെക്സ്റ്റ്, വീട്ടിലായിരിക്കും. എൻ്റെ വീട്ടിലിപ്പോൾ 3 പേരാണല്ലോ. ഞാൻ, അച്ഛൻ, അമ്മ, ചേച്ചി ഡൽഹിയിലാണ്. നെക്സ്റ്റ്, ഫേവറേറ്റ് ഫുഡ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും കഴിക്കും. പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം പൊറോട്ട, മറ്റേ മീൻ കറി, മീനിൻ്റെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ ബിരിയാണി എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എബൌട്ട് യുവർ ഫാമിലി. എൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് വ്ളോഗ് എടുക്കാനായിക്കോട്ടെ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു തരുന്ന ഒരു പാരൻസിനെ കിട്ടിയത് ഭയങ്കര ഒരു പ്രൗഡാണ്. അതാണ് എൻ്റെ
ഫാമിലിയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എപ്പോഴും ശരിയായി കിട്ടണമെന്നില്ല. പക്ഷേ എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടി, നല്ല ഫാമിലി കിട്ടി, നല്ലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളൊരു ഇൻസ്പിറേഷൻ എൻ്റെ മനസ്സിൽ തന്നെ പെട്ടെന്ന് ഉദിച്ചു വന്നു. നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. നെക്സ്റ്റ് ഫേവറേറ്റ് യൂട്യൂബർ. എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ, എനിക്ക് കുറേ പേര് ഫേവറേറ്റ് യൂട്യൂബർ, കാരണം ഞാൻ ഇത്തിരി ഗെയിമിംഗ് ഒക്കെ കാണുന്നതാണ്. അപ്പോൾ എനിക്ക് നൂബ് മാസ്റ്റർ, ഗെയിം തെറാപ്പിസ്റ്റ്, ജെനി ഗെയിമിംഗ്, പിന്നെ അതുപോലെ തന്നെ പ്രവീൺ പ്രണവ് കൊച്ചു, കുറേ പേര് ഇഷ്ടമാട്ടോ. പിന്നെ ഞാൻ കാണുന്ന ചാനൽ കാർത്തിക് സൂര്യ, പിന്നെന്താ അങ്ങനത്തെ എല്ലാ ചാനലും എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരെയും വ്ളോഗ് അടിപൊളിയാണ്. നെക്സ്റ്റ് ഫേവറേറ്റ് യൂട്യൂബർ. നെക്സ്റ്റ് യുവർ ഏജ്. എൻ്റെ വയസ്സ് കേട്ടോ, എൻ്റെ വയസ്സ് 14 വയസ്സാണ് കേട്ടോ. എനിക്ക് 40. ഓക്കെ. നെക്സ്റ്റ് ബ്രദർ എന്താണ് വീഡിയോയിൽ വരാത്തത്? അത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അവൻ കൊട്ടേക്കാടാണ്. അപ്പോൾ നമുക്ക് മീൻസ് അവന് എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മാക്സിമം വീഡിയോസിലൊക്കെ വരാനായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഈവനിങ് വാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചിരും, ഞാനത് എടുത്തിടും. പക്ഷേ നമുക്ക് ഒരുമിച്ച് ഇതൊരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കുറച്ച് വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിൽ ഒരുമിച്ചുള്ളൂ. അപ്പോൾ നാളെ ഓണമാണ്. അപ്പോൾ എന്നാലും നാളെ ഒരുമിച്ചുള്ളൊരു വീഡിയോ വരുന്നതാണ് സുഹൃത്തുക്കളെ. ഇനി നെക്സ്റ്റ് ചാനൽ നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. അത് എനിക്ക് ഫസ്റ്റ് ടൈം ആ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ശീലമായി. പിന്നെ ഞാൻ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതായിട്ടോ. അത് ഇതൊക്കെ ഇങ്ങനെ കുറേ നമുക്ക് നെഗറ്റീവ് വരുമ്പോൾ നമ്മളതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് വിടും. അതുപോലെയായിരുന്നു. എനിക്ക് അധികം നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, വരുന്നു. നെക്സ്റ്റ് ഇതുവരെ എന്തെങ്കിലും പ്രമോഷൻ വന്നിട്ടുണ്ടോ? പ്രമോഷൻ എനിക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഞാൻ വെയിറ്റിംഗ് ആണ്. ഞാൻ മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രമോഷൻസ് ഒക്കെ വരികയാണെങ്കിൽ പ്രമോഷൻ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ. ചാലഞ്ചസ് വേണം. ചാലഞ്ചസ് എനിക്ക് എടുക്കാൻ പറ്റാനായിട്ടാണ്. ഉറപ്പായിട്ടും നല്ല ചാലഞ്ചസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ കാർ ചാലഞ്ചും ഞാനൊരു ബോൾ ഇട്ടുന്നതിനാൽ ഏറ്റവും കൂടുതൽ കൂട്ടിയിട്ട് എനിക്കൊന്ന് കാർ ചാലഞ്ചിനാണ്. അപ്പോൾ വയ്യാതെ അതൊക്കെ വരുന്നതാണ്. നെക്സ്റ്റ് ഫേവറേറ്റ് സ്പോട്ട്. എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ ഇപ്പോൾ കാശ്മീർ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാശ്മീരാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. നെക്സ്റ്റ് ബിഗ് ബോസിലെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ്. എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് കുറേ പേരുണ്ട്. ഒന്ന് അനുമോൾ ചേച്ചി, പിന്നെ അതുപോലെ തന്നെ എനിക്ക് വീട്ടിൽ സാബുമാൻ, അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെയൊക്കെ ഗെയിമിങ് ഭയങ്കര ഇഷ്ടമാണ്. ഷാനവാസിക്ക, അതുപോലെ തന്നെ കുറേ പേര് ഇഷ്ടമാണ്. ഇനി 24 hours in അമ്യൂസ്മെൻറ്റ് പാർക്ക്. 24 hours in അമ്യൂസ്മെൻറ്റ് പാർക്ക്. അത് വൈകാതെ വരുന്നതെന്ന് സുഹൃത്തുക്കളെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് സാഹചര്യം കിട്ടുന്നില്ല. നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നത്. ബിഗ് ബോസ് കാണാം, ഉറപ്പായിട്ടും കാണാറുണ്ട്. ബിഗ് ബോസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറ്. ഇടയ്ക്ക് മീൻസ് മിസ്സാക്കാതെ കാണുന്നൊരു TV ഷോ ബിഗ് ബോസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത്രയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ റിവീൽ ചെയ്യാം. അതായത് ഞാൻ തന്നെ കുറച്ച് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം തരാം. എൻ്റെ പേരൊക്കെ എല്ലാവർക്കും അറിയാം. ഗൈസ്, എൻ്റെ പേര് ശ്രേയസുനിൽ നിന്നാണ്. എൻ്റെ സ്ഥലം കേരള, പാലക്കാട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിട്ടാണ് യൂട്യൂബ് ചാനൽ നോക്കുന്നത്, ഞാനും എൻ്റെ അനിയനും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അധികം ഇല്ല. അപ്പോൾ എല്ലാവരും സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ അത്രയുള്ള കേസ്. ഈ ഒരു ചെറിയ എന്നെ വീഡിയോസോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നാളെ ഓണം വ്ളോഗാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നാളെ ഓണമായി അടിച്ചു പൊളിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം ഗൈസ്. ബൈ ബൈ.